പരിശുദ്ധ ബലി ഞങ്ങൾക്ക് തരണം. അതിൽ ഞങ്ങൾ സംതൃപ്തരാണ്. ആ ഒരൊറ്റ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വളരെ വേദനയോടെയാണെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും അച്ഛനെ കാണേണ്ടി വന്നത്. അപ്പോൾ ഈ കുറേ കാലങ്ങളായിട്ട് ഞങ്ങൾക്ക് പരിശുദ്ധ ബലി ഞങ്ങളുടെ ഇടവകയിൽ ഞങ്ങൾക്ക് മുടങ്ങിയിരിക്കുന്നു. ദയവായി ഈ സിനഡ് കുർബാന ആഗ്രഹിക്കുന്നുണ്ട് എന്ന ഒരു പ്രചരണം നടന്നിരുന്നു. അങ്ങനെയല്ല, ഈ ഇടവകയിൽ കൂടുതൽ ആൾക്കാരും മാത്രമല്ല അച്ഛൻ ചെല്ലുന്ന കുർബാന ഏതാണോ അത് കാണാനൊരു സഭയെ അനുസരിക്കുന്നവരും അംഗീകരിക്കുന്നവരുണ്ട്. രണ്ടു വിഭാഗമുണ്ട്. അപ്പൊ കൂടുതൽ ആൾക്കാരും സഭയെ അനുസരിക്കുന്നവരും സഭാമക്കളുമാണ്. അപ്പൊ ആ വിശ്വാസ ബോധ്യം സത്യപ്രതിജ്ഞ എന്നിട്ടാ ചെയ്യുന്നത് അല്ലേ? നിങ്ങൾക്ക് അതിന് കൊച്ചു പിള്ളേർക്ക് അച്ഛന്മാർക്ക് മാത്രമേ നിയമം, സഭാവിശ്വാസികൾക്ക് വേറെ, അവരടിയാന്മാര് എന്നുള്ള നിലയൊക്കെ കഴിഞ്ഞില്ലേ? എല്ലാവരും മനുഷ്യരല്ലേ? ഇപ്പൊ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനോട് ചോദിച്ചു നോക്കി, ഈ പള്ളി വരുന്ന ഒരു കുഞ്ഞു കൊച്ചിനോട് ചോദിച്ചു നോക്കുക, അവൻ പറയും എന്തിനാ അച്ഛനെ അനുസരിക്കണം, അച്ഛന്മാരനുസരിക്കണമല്ലോ എന്ന് പറയില്ലേ? ഞാൻ കള്ളു പിടിച്ച് പെണ്ണ് പിടിച്ചിട്ട് സിനഡ് കുർബാന ഞങ്ങളുടെ അവകാശം. ഞങ്ങളുടെ ഇടവകയിൽ സിനഡ് കുർബാന തരിക. ഇടവക ജനത്തിന്റെ മനോവേദനകളെ തിരിച്ചറിയുക. ഇടവകയിൽ സമാധാനം പുനഃസ്ഥാപിക്കുക. ഇടവക വികാരി ഞങ്ങളെ മനസ്സിലാക്കുക. ഇടവക വികാരി സഭയ്ക്ക് വേണ്ടുന്ന നന്മകൾ ചെയ്തു തരിക. ഇടവക വികാരി ഇടവക ജനങ്ങളെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകുക. മാർപ്പാപ്പ നൽകിയ പരിശുദ്ധ ബലി ഞങ്ങളുടെ അവകാശം. സിനഡ് നൽകിയ പരിശുദ്ധ ബലി ഞങ്ങളുടെ അവകാശം. ഞങ്ങൾക്ക് നീതി ലഭിക്കുവാൻ ഞങ്ങളോടൊപ്പം ഇടവകാംഗങ്ങൾ എല്ലാവരും ഒന്നിക്കുക.